അസ്സലാമു വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് നമുക്ക് റമദാൻ മാസത്തിലൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓയിലൊന്നും യൂസ് ചെയ്യാണ്ട് ചെയ്ത നല്ലൊരു അടിപൊളിയായിട്ടുള്ള നല്ലൊരു സ്നാക്സിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്കൊക്കെ അറിയിക്കട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ഈ ഒരു റെസിപ്പിയിലേക്ക് ഞാനൊരു ഈ ഒരു ചോപ്പർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ എല്ലാം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോപ്പർ നമുക്ക് ഒരുപാട് യൂസ്ഫുള്ളാണ്. ഒരുപാട് ടൈമൊക്കെ നമുക്ക് നല്ലോണം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കട്ടെ. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ചോപ്പറിലേക്ക് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പച്ചമുളക്, അതൊക്കെ നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് കൂട്ടാട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു തക്കാളി അതും കൂടി എടുത്തിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാട്ടെ. നല്ലോണം ചോപ്പ് ചെയ്തിട്ട് വരും കേട്ടോ. നല്ല ഉള്ളിയൊക്കെ നല്ല ചെറിയ സ്ലൈസായിട്ട് നമുക്ക് കിട്ടുക ഇതിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. അപ്പം എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാട്ടെ. എന്നിട്ട് അതിന് ശേഷം ഞാനൊരു ബൗളിലേക്ക് ഇത് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം ചിക്കനൊക്കെ നിങ്ങൾ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ ഇതിനനുസരിച്ചിട്ടുള്ള ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നിങ്ങൾക്ക് കൂടുതൽ എടുക്കാട്ടെ. ഞാനിപ്പം ഒരു 250 ഗ്രാമിൻ്റെ ഒരു ചിക്കൻ്റെ എത്ര നട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഉള്ളിയും തക്കാളിയൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ്റെ ബ്രീസ്റ്റ് ഇതുപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ചോപ്പറിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചെയ്യാൻ പറ്റിയ നമുക്ക് ബ്രീസ്റ്റൊക്കെ ഇങ്ങനെ ചെയ്താൽ നമ്മുടെ മസാലക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് സാധാ മസാല ഉണ്ടാക്കുന്ന സമയത്ത് പൊരിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യില്ല. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഫ്ലേവർ നമുക്ക് നല്ലോണം മസാലയിൽ ഇറങ്ങി കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടോ. ചിക്കൻ്റെ മസാല ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു മസാല. അപ്പോൾ ഞാൻ ചിക്കൻ ഇതുപോലെ മാഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സ്, പിന്നെ കുറച്ച് മുളക് പൊടിയില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. എന്നിട്ട് അതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമുക്കൊരു ഡോ വേണമല്ലോ ഈ ഒരു ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പഞ്ചസാര, പിന്നെ ഉപ്പ് അതൊക്കെ എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് നോർമൽ വാട്ടറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാലും അതുപോലെ തന്നെ നോർമലായിരിക്കണേ, തണുത്തൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു പീസ് ബട്ടറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ എടുത്ത സമയത്ത് നമുക്ക് ഈ ഒരു മാവിന് നല്ലൊരു സ്മെല്ല് ഉണ്ടാവും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ മൈദയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മൈദയൊക്കെ 3 കപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ മൈദയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഒരു 30 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ തന്നെ മാവ് നല്ലോണം പൊങ്ങി വരുവേ. അപ്പോൾ ബട്ടർ ഇട്ടിട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മളെ മാവിന് നല്ലൊരു സ്മെല്ല് ഉണ്ടാവും കേട്ടോ. അപ്പോൾ മാവ് കുഴക്കുന്ന സമയത്ത് ഇതുപോലെ ബട്ടർ ഇട്ടിട്ട് കുഴച്ച് നോക്കി അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടുക. അപ്പം ഞാനിവിടെ ബട്ടറും കൂടെ എല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് വരുന്നവരെ കുഴച്ചെടുക്കണം. എന്നിട്ട് അതൊന്ന് നമുക്കൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പം അരമണിക്കൂറായപ്പോൾ തന്നെ നല്ലോണം ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്. നല്ല ബബിൾസ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഈ ഒരു മാവ് എടുക്കുമ്പോൾ തന്നെ നല്ലോണം നമുക്ക് അറിയാൻ പറ്റും അത്രയും സോഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് എത്രയാണോ വലിപ്പം വേണ്ടത് അതിനനുസരിച്ചിട്ട് ബോൾസ് ആക്കിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ചൊരു നമ്മളെ ചപ്പാത്തിൻ്റെ ഒക്കെ ഒരു വലിപ്പത്തിലുള്ള മാവാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പം ഓരോരോ ബോൾസ് ആക്കിയിട്ട് നമുക്കിതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ പാത്രത്തിൻ്റെ ഞാൻ അടിയിൽ ബേക്കിംഗ് ഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പൊങ്ങി വരേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. വെക്കുന്ന സമയത്ത് ഇതുപോലെ ഗ്യാപ്പ് ഇട്ടിട്ട് വെക്കാൻ ശ്രദ്ധിക്കട്ടെ. ഒന്നാമത് പൊങ്ങി വരുമല്ലോ. അപ്പം പൊങ്ങി വരുന്ന സമയത്ത് നല്ലോണം ഇതാക്കിയിട്ട് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് തന്നെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ ഇതുപോലെ നല്ല ബബിൾസ് ആക്കിയിട്ട് നല്ല പൊന്തി വരും കേട്ടോ. അപ്പോൾ നല്ലോണം പൊങ്ങി വന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയ ഒരു മാവ്. ഇതുപോലെ കൈ വെച്ചിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. അത്രയും വേണ്ടുവേ. അപ്പോൾ ഒന്ന് തൊടുമ്പോൾ തന്നെ നമുക്കിതുപോലെ നല്ല പരന്ന് വരും കേട്ടോ. ഒന്നാമത് ഒലിവ് ഓയിൽ നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ചേർക്കുന്ന സമയത്ത് നമുക്കിതുപോലെ മാവ് നല്ല പരത്താനൊക്കെ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നല്ലോണം പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മളെ മസാലയില്ലേ അത് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ കേട്ടോ വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് മസാല വെച്ച് കൊടുത്തിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരു ഓവൽ ഷേപ്പിലാണ് കേട്ടോ ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. അതും കൂടെ വെച്ച് കൊടുത്തിട്ട് നമുക്കിതുപോലെ പ്രസ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കോട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വലിപ്പം വേണ്ടെങ്കിൽ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ചെറിയ ചെറിയ ബോൾസ് നമ്മളെ പൂരീൻ്റെ ഒക്കെ വലുപ്പത്തിലുള്ള ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഡിന്നറിനായതുകൊണ്ട് കുറച്ചൊന്ന് വലുപ്പത്തിൽ ചെയ്തെടുത്തതാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് മസാല വെച്ചിട്ട് ഇതുപോലെ കോട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ഓവൽ ഷേപ്പിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് ട്രേയിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റുള്ള നല്ലൊരു സ്നാക്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. നമ്മൾ റംസാൻ മാസത്തിലൊക്കെ ഓയിലൊന്നും ഇല്ലാണ്ട് അതുപോലെ തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പം ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അറ്റാകുമ്പോൾ നമുക്ക് ഇതൊന്ന് കുറച്ചും കൂടെ ഒന്ന് വലുപ്പാക്കാൻ വേണ്ടിയിട്ട് വെക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 ട്രേയിലാക്കിയിട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. അധികം ഗ്യാപ്പ് ഇല്ലാണ്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പുറം ഇപ്പുറം ഒട്ടിപ്പിടിക്കാത്ത വിധത്തിൽ. അപ്പോൾ ഞാൻ മേലെ കുറച്ചും കൂടെ ഒന്ന് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് കുറച്ച് നമ്മൾ ബ്ലാക്ക് സെസ്മി സീഡില്ലേ അതും അതുപോലെ തന്നെ കുറച്ച് ഫ്ലാക്സ് സീഡും കൂടെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് വെള്ള വേണ്ടെങ്കിൽ അതും ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ബ്ലാക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളെ ഫ്ലാക്സ് സീഡില്ല അതും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഉള്ളിലേക്ക് ഒന്ന് വെച്ച് കൊടുത്താൽ തന്നെ ഒട്ടിപ്പിടിച്ചോളൂ കേട്ടോ. നല്ല സോഫ്റ്റ് അല്ല, അപ്പം നല്ലോണം ഒട്ടിപ്പിടിച്ചോളൂ കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ. അപ്പോൾ നമുക്കിത് നല്ലോണം ഒന്ന് കവർ ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. ട്രേയിലേക്ക് തന്നെ അതേ ട്രേയിലേക്ക് തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ നമുക്കിതുപോലെ കോട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പം ഇതെല്ലാം ഞാൻ കവർ ചെയ്തെടുത്തതിന് ശേഷം അതിന് സെൻറ്ററിലായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കത്തി വെച്ചിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ഓപ്പൺ ആക്കിയിട്ട് വെക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഉള്ളിൽ ആ ചിക്കനൊക്കെ ഒന്ന് വെന്ത് വരണ്ട, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ കത്തി വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് അപ്പുറം ഇപ്പുറമൊക്കെ നല്ലോണം ഒന്ന് വിടർത്തി വെക്കുന്നുണ്ട്. നമ്മൾ ജാത്രയൊക്കെ ഇതില്ല ഒരു ഇതിലാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ മസാല ഉള്ളതുകൊണ്ട് തന്നെ നല്ലോണം ഒന്ന് കത്തി വെച്ചിട്ട് ഇതുപോലെ മുറിച്ചിട്ട് അപ്പുറം ഇപ്പുറം 2 സൈഡിലേക്ക് ആക്കിയിട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ച് മൊസറല്ല ചീസും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല ചീസ് ഇതൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്. അപ്പം ഇതിൻ്റെ ഫില്ലിങ്ങും അതുപോലെ തന്നെ മേലെ ചീസും ഇതൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിൻ്റെ മേലേക്കും നല്ലോണം മൊസറല്ല ചീസും കൂടി ഇട്ടെടുത്തിട്ട് നമുക്കിതൊന്നും ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഇതിൻ്റെ ബേക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഒരു 180 ഡിഗ്രിയിൽ ഒരു 20 to 25 മിനിറ്റ്സ് എന്നിട്ട് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ മേലൊക്കെ നല്ല ബ്രൗൺ ആയിട്ട് വരണമെങ്കിൽ മേൽഭാഗം മാത്രം ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതിയേ. അപ്പം നല്ല ടേസ്റ്റുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു സ്നാക്സ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. റംസാൻ മാസമൊക്കെ അല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ റംസാൻ മാസത്തിൽ നിങ്ങൾക്ക് വെറൈറ്റി ഒക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇങ്ങനത്തൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു സ്നാക്സ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് എന്തായാലും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും സബ്ബൊക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.